കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂൾ വാർഷികവും പുതിയ കെട്ടിട ഉദ്ഘാടനവും ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു നൂറ്റാണ്ടിനടുക്കുന്ന സേവന പാരമ്പര്യവുമായി കോതച്ചിറ ഗ്രാമത്തിന് അക്ഷരവെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന് 96ാം വാർഷിക ദിനത്തിൽ പുതിയ കെട്ടിടം സമർപ്പിക്കപ്പെടുന്നു. ദീർഘകാലമായി നിലനിന്നിരുന്ന സ്ഥലപരിമിതി എന്ന പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 1,20,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആധുനിക സൗകര്യങ്ങളോടെ 2 നിലകളിലായി 5 ക്ലാസ് മുറികളും 2 ശൗചാലയങ്ങളും ഉൾപ്പെടുത്തിയ കെട്ടിടമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 10 ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV നിഷ അധ്യക്ഷത വഹിക്കും. മുൻ പ്രധാന അധ്യാപിക പുഷ്പലത സ്കൂളിൽ സമർപ്പിക്കുന്ന പ്രൊജക്ടറിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. MP അബ്ദുൽ സമദ് സമദാനി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. അതേ ദിവസം രാവിലെ 10 മണിക്ക് സ്കൂളിന്റെ 96ാം വാർഷികാഘോഷം നടക്കും. ചടങ്ങ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളും അംഗൻവാടി കുട്ടികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30 കോതച്ചിറ സെന്ററിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുക്കും. തുടർന്ന് മന്ത്രി MP രാജേഷ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം രാത്രി 10 മണി വരെ കലാപരിപാടികൾ നടക്കും. ടോപ്പ് സിംഗർമാരായ ഗൗതമി പ്രശാന്ത്, VS കൃഷ്ണ എന്നിവരുടെ ഗാനവിരുദ്ധം ഉണ്ടാകും. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, ഹെഡ് മാസ്റ്റർ A മുഹമ്മദ് സലീം, PTA പ്രസിഡന്റ് MS ബിനീഷ്, MPTA പ്രസിഡന്റ് K ഉഷ, CM വേണുഗോപാൽ, M സജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.